എം വി ഗോവിന്ദന് രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമെന്ന് അതിരൂപത വിമർശിച്ചു. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത ചോദിക്കുന്നു. അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖറിനും നന്ദി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. വീണ്ടു വിചാരമില്ലാതെ എം വി ഗോവിന്ദൻ സംസാരിക്കുന്നത് എന്നും ആരോപണം. മൈക്ക് കാണുമ്പോൾ, മുമ്പിൽ കുറച്ച് ജനങ്ങളെ കാണുമ്പോൾ നിലവിട്ട് സംസാരിക്കരുത്. അഭിനയ പാംപ്ലാനി പിതാവിനെ എന്ത് കാരണത്താലാണ് ഇവർ വിമർശിക്കുന്നത്? ശ്രീ രാജീവ് ചന്ദ്രശേഖറിനും അമിത്ഷായ്ക്കൊക്കെ നന്ദി പറഞ്ഞതിലാണോ? അതിലെന്താണ് തെറ്റിരിക്കുന്നത്? അഭിനയ പിതാവ് തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട സന്യാസിനിമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഹായത്തിന് എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു. ശ്രീ എം വി ഗോവിന്ദൻ്റെ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടു വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞാണെന്നാണ് ഞാൻ കരുതുന്നത്. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദനെ. സംസ്കാരമുള്ളവർ നന്ദി പ്രകടിപ്പിക്കും, അത് രീതിയാണ്. അത്തരത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒക്കെ നന്ദി പറഞ്ഞത്. അതിൽ വിഷമം തോന്നിയത് കൊണ്ടാണോ എം വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പാംപ്ലാനിക്കെതിരെ നടത്തിയത്, അവസരവാദി എന്ന് പറഞ്ഞത്? പക്ഷേ അത് കാര്യമാക്കുന്നില്ല. പാംപ്ലാനിക്കെതിരായ ഗോവിന്ദന്റെ പ്രസ്താവന ഒരു എടുത്തുചാട്ടത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലിയുടെ ഭാഗമായിട്ടാണ് എന്നും പറയുന്നുണ്ട്. അത് ബോധമുള്ളവർ തിരുത്തണം എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെ പ്രതികരണം വെറും കുട്ടിക്കളിയായി മാത്രമേ കാണുന്നുള്ളൂ, അതൊന്നും അവർ കാര്യമായി എടുക്കുന്നു പോലുമില്ല എന്നുള്ള അതിശക്തമായ ഭാഷയിൽ തന്നെയല്ലേ ഫാദർ ഫിലിപ്പ് കവിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് എം വി ഗോവിന്ദൻ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനിയെ അവസരവാദി എന്ന് വിളിച്ചുകൊണ്ട് വിമർശിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനി നന്ദി പറഞ്ഞിരുന്നു. ആ നന്ദി പറച്ചിലാണ് ഇവരെ പൊള്ളിച്ചത് എന്ന് വേണം കരുതാൻ. അതുതന്നെയാണ് തുടർച്ചയായി ഡിവൈഎഫ്ഐ നേതാക്കളും CPM നേതാക്കളും ഒക്കെ തലശ്ശേരി രൂപതയുടെ അധ്യക്ഷനെതിരെ ഇത്തരമൊരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ വിമർശനവുമായി രംഗത്ത് വരാൻ കാരണം. അവസരവാദി എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ കടന്നു വന്നതോടുകൂടി ആ വിമർശനത്തിൻ്റെ ഒരു അതിര് കടന്നുവെന്ന് മനസ്സിലാക്കി തന്നെയാണ് തലശ്ശേരി അതിരൂപത കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വീണ്ടു വിചാരമില്ലാതെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയാണ് അത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയിൽ വ്യക്തമാക്കിയത്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പറയാൻ പാടില്ല. മാന്യതയ്ക്ക് ചേർന്നതായിരുന്നില്ല എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഗോവിന്ദന്റെ പ്രതികരണം സബ്സ്റ്റാൻഡേർഡാണ്. അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നും അദ്ദേഹം ഊന്നി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, പിതാക്കന്മാർ ആരുടെയെങ്കിലും അടിമകളാണെന്ന തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഒരു വിമർശനം നടത്തിയിരുന്നു. അതായത് പാംപ്ലാനി പിതാവിന് നിയമമുള്ളവരുടെ അവസ്ഥ വരുമെന്ന വിമർശനം ആണ് അവർ നടത്തിയത്. എന്നാൽ ആ വിമർശനത്തിന് ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ വാക്കുകളെ വെറും പിള്ളേര് കളി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കാൻ പാടില്ല എന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ വ്യക്തമാക്കുന്നു. ഏതായാലും സഭ ഇതിനെ കൃത്യമായി വിലയിരുത്തുന്നു. ആ വിമർശനങ്ങൾ പരിധി വിട്ടു, അല്ലെങ്കിൽ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്ന് തന്നെയാണ് സഭ വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യമായ നിലപാടുമായി സഭ തന്നെ രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ഇന്നലെ നടത്തിയ പ്രസ്താവന, ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഒരു പത്രക്കുറിപ്പ് അവർ പുറത്തിറക്കിയിരുന്നു. ആ പത്രക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ട് വേണോ ഞങ്ങളുടെ പിതാക്കന്മാർ സംസാരിക്കാൻ എന്നാണ് സഭ ചോദിച്ചത്. മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറിയുടെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. അവസരവാദം ആപ്തമാക്കിയത് CPM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് എന്നും അവർ പറയുന്നുണ്ട്. സ്വന്തം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. മൂന്നാമതൊരു തവണ കൂടി പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ വേണ്ട എന്നൊരു നിലപാടാണോ ഇത്തരം പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന ഒരു കൃത്യമായ രാഷ്ട്രീയ താക്കീത് കൂടി തലശ്ശേരി അതിരൂപത നൽകുന്നുണ്ട്. രോഹിണി. ശരി മിഥുൻ. എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത
ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമെന്ന് അതിരൂപത വിമർശിച്ചു. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയതിനു ശേഷം മാത്രമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് എന്നും അതിരൂപത ചോദിക്കുന്നു. അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖരനും നന്ദി പറഞ്ഞതിൽ തെറ്റില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. എന്ന് മാത്രമല്ല, എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന വീണ്ടും വിചാരമില്ലാത്ത രീതിയിലുള്ളതായിരുന്നു എന്നും അദ്ദേഹം വിമർശിച്ചു. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.